ചില വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ അറിവ് നേടുന്നത്? ആസ്വദിക്കാൻ മാത്രമുള്ളതല്ലേ ജീവിതം? പ്രമുഖരായ പല മഹാന്മാരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആസ്വദിക്കാൻ മാത്രം നാം ജീവിക്കുകയാണെങ്കിൽ 3-4 മാസം കൊണ്ട് ജീവിതം വിരസമാവും. പിന്നീട് ജീവിതത്തിന് സന്തോഷമുണ്ടാവുകയില്ല. ലക്ഷ്യബോധം അതാണ് ജീവിതത്തെ മഹത്വവൽക്കരിക്കുന്നത്. പിന്നെ അറിവ് നേടുന്നത് ആസ്വാദനത്തെക്കാൾ കുറഞ്ഞതാണ് എന്ന് കരുതുന്നവരാണ് ഈ ലോകത്ത് മുഴുവൻ ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്നും നമ്മൾ ആദിമ മനുഷ്യരായിട്ട് ആ കാട്ടിൽ കഴിഞ്ഞേനെ. ആ ആദിമ മനുഷ്യൻ കാട്ടിൽ നിന്ന് ഇന്ന് യുഗത്തിലേക്ക് എത്തിയത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുറച്ചു മനുഷ്യരുടെ അറിവിനോടുള്ള ആ ഗഹനമായ ദാഹമാണ്. ആ ദാഹത്തിന് പിന്നാലെ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് പിന്നാലെയുള്ള അവരുടെ ആ ഒരു യാത്ര തന്നെയാണ് അവരുടെ ആസ്വാദനവും. അതിൽ നിന്നാണ് അവർ ആ സംതൃപ്തിയും ആസ്വാദനവും കണ്ടെത്തിയിരുന്നത്. പിന്നെയും ചോദിക്കാറുണ്ട്, തത്വചിന്തകളും പൊളിറ്റിക്കൽ സയൻസും ഫിലോസഫിയും ഒക്കെ പഠിച്ചിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? നമുക്കറിയാം, ഇവിടെ കുറെ കാലഘട്ടം മുമ്പ് വരെ രാജഭരണമാണ് ഉണ്ടായിരുന്നത്. യൂറോപ്പിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ലിബറലിസവും അതൊക്കെ ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയെഴുതിയ മുന്നേറ്റങ്ങളാണ്. അതെങ്ങനെയാണ് ഉണ്ടായത്? ഇങ്ങനെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത കുറച്ചു മനുഷ്യരുടെ ചിന്തകളിൽ നിന്ന് വരുന്ന ആശയങ്ങളാണ് ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത്. നവോത്ഥാന പ്രസ്ഥാനങ്ങള്, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങള്, ഇവയൊക്കെ അറിവിലൂടെയും വായനയിലൂടെയും ആശയങ്ങളിലൂടെയും ഉണ്ടായ വിപ്ലവാത്മകമായ സ്ഫോടനങ്ങളുടെ തുടർക്കഥയാണ്. ഏകാധിപതികളിൽ നിന്ന് ജനാധിപത്യത്തിലേക്കും ഇന്ന് ഇന്റർനാഷണൽ റിലേഷന്റെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ഹ്യൂമൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. രാഷ്ട്രങ്ങൾക്ക് ഉപരിയായി ഓരോ മനുഷ്യനും തുല്യമായ അവകാശമുണ്ട്, തുല്യമായ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആശയങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും മനുഷ്യനെ എത്തിച്ചത് അറിവും അതിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത ആശയങ്ങളുമായിരുന്നു. വായന എന്ന് പറയുന്നത്, തത്വചിന്ത എന്ന് പറയുന്നത് അറിവിലേക്കുള്ള യാത്ര ഒരു ബൗദ്ധിക വ്യായാമം കൂടിയാണ്. ഈ ബൗദ്ധിക വ്യായാമം നമ്മുടെ തലച്ചോറ് ഇത് എഴുതുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത്, ആശയങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഉണർവ്, അത് നമ്മളുടെ ഡിപ്രഷൻ, നമ്മുടെ ഒറ്റപ്പെടൽ, ഇതൊക്കെ കുറയാൻ വേണ്ടി സഹായിക്കും. അറിവിനോട്, റിസർച്ചിനോട്, കലയോട്, കായികപരമായ കാര്യങ്ങളോട് പാഷനേറ്റ് ആയിരിക്കുന്നവരുടെ ആസ്വാദനം എന്ന് പറയുന്നത് അതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നത് തന്നെയാണ്.